2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാനാണ് UDF നേതൃത്വം ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ ചർച്ചകൾ തന്നെ ഘടകകക്ഷികൾക്കിടയിൽ ഇപ്പോൾ നടക്കുന്നുമുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും തമ്മിൽ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും മത്സരിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിലും അതുപോലെ പരസ്പരം വെച്ചുമാറേണ്ട സീറ്റുകളുടെ കാര്യത്തിലും ഏറെക്കുറെ അന്തിമ ധാരണയിലെത്തിയെന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. UDFിലെ സീറ്റ് വിഭജനത്തിന് പ്രധാന കീറാമുട്ടിയായി നിലനിന്നിരുന്നത് കോൺഗ്രസ് നേതൃത്വവും ജോസഫ് ഗ്രൂപ്പ് നേതൃത്വവും തമ്മിൽ ഉടലെടുത്തിരുന്ന തർക്കങ്ങളായിരുന്നു. 2021 തങ്ങൾ മത്സരിച്ച 10 സീറ്റുകളിലും ഇത്തവണ തങ്ങൾ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമെന്നുള്ള അവകാശവാദം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചപ്പോൾ ഈ 10-ൽ 5 സീറ്റുകളെങ്കിലും തങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നു എന്ന ഒരു അവകാശവാദമാണ് കോൺഗ്രസ് നേതൃത്വം ജോസഫ് ഗ്രൂപ്പിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ ഘട്ടത്തിലാണ് ചർച്ചകൾ വഴിമുട്ടിയത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇടുക്കി ജില്ലയിലേക്ക് എത്തുമ്പോൾ ഈ ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ഇരുവിഭാഗവും വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളുമാണ് പുറത്തു വരുന്നത്. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലെ ഒരു വിഭാഗവും അതുപോലെ തന്നെ ചില നിഷ്പക്ഷരായ മധ്യസ്ഥരും ഇടപെട്ടിട്ടാണ് ഈ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ളതെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകളനുസരിച്ച് 5 സീറ്റുകൾ ഏറ്റെടുക്കുമെന്നുള്ള അവകാശവാദത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോയിരിക്കുകയാണെന്നും കോൺഗ്രസ് കേവലം 3 സീറ്റുകൾ മാത്രമായിരിക്കും ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കാൻ പോകുന്നതെന്നുമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ജോസഫ് ഗ്രൂപ്പ് 3 സീറ്റുകളിലായിരുന്നു മത്സരിച്ചിരുന്നത്. കോട്ടയം ജില്ലയിൽ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചിരുന്ന ചങ്ങനാശ്ശേരി സീറ്റ് 2026 അവർക്ക് തന്നെ വിട്ടു നൽകാം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പ് 2021 കോട്ടയം ജില്ലയിൽ മത്സരിച്ച ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെങ്കിലും ഇതിന് പകരമായി ജില്ലയിലെ തന്നെ പൂഞ്ഞാർ സീറ്റ് ജോസഫ് വിഭാഗത്തിന് വിട്ടുകൊടുക്കുവാനുള്ള സന്നദ്ധതയും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി കോൺഗ്രസ് നേതൃത്വം ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുക്കുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന സീറ്റുകൾ ഇടുക്കി ജില്ലയിലെ ഇടുക്കി സീറ്റും എറണാകുളം ജില്ലയിലെ കോതമംഗലം സീറ്റും തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സീറ്റുമാണ്. ഈ 3 സീറ്റുകളിലും ജോസഫ് വിഭാഗത്തിൽ നിന്ന് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യതയില്ല എന്ന് PJ ജോസഫിനെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് ഹൈക്കമാൻഡും നടത്തിയ ആഭ്യന്തര സർവേകളുടെ കണ്ടെത്തലടക്കമാണ് ഇത്തരമൊരു ബോധ്യത്തിലേക്ക് PJ ജോസഫിനെ നയിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമം നടത്തുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് ഇടുക്കി ജില്ലയിലെ ഇടുക്കി സീറ്റിൽ PJ ജോസഫ് വിഭാഗം പരിഗണിക്കുന്നത് അവരുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ MJ ജേക്കബിനെയാണ്. എന്നാൽ റോഷി അഗസ്റ്റിനെ പോലെ കരുത്തനായ ഒരു സിറ്റിംഗ് മന്ത്രിക്കും മാണി ഗ്രൂപ്പ് നേതാവിനുമെതിരെ MJ ജേക്കബിനെ പോലൊരു സ്ഥാനാർത്ഥി ഈ ഘട്ടത്തിൽ മത്സരത്തിനിറങ്ങിയാൽ അവിടെ വലിയ വിജയസാധ്യതയില്ല എന്ന വിലയിരുത്തലിലേക്കാണ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര സർവേയുടെ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത്. അതിനാൽ തന്നെ ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ അത് മുന്നണിയുടെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമാകുമെന്നും ഇടുക്കി ജില്ലയിലെ ഇടുക്കി സീറ്റിൽ UDFിൻ്റെ വിജയസാധ്യതകൾ വർദ്ധിപ്പിക്കും എന്ന കാര്യവും PJ ജോസഫിനെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കോതമംഗലം സീറ്റിലേക്ക് വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് ഇവിടെ പരിഗണിക്കുന്നത് ധനാഢ്യനായ ബിസിനസ്സുകാരനും ജോസഫ് ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനുമായ ഷിബു തെക്കുംപുറത്തെയാണ്. കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കണമെന്ന താൽപ്പര്യം ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ കത്തോലിക്ക സഭാ നേതൃത്വങ്ങൾ UDFിന് മുമ്പിലും കോൺഗ്രസിന് മുൻപിലും ജോസഫ് ഗ്രൂപ്പിന് മുന്നിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് നടത്തിയ ആഭ്യന്തര സർവേകളുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് ഷിബു തെക്കുംപുറം സ്ഥാനാർത്ഥിയായാൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന യാക്കോബായ വിഭാഗത്തിൽ നിന്ന് പോലും പരിപൂർണമായി വോട്ടുകൾ സമാഹരിക്കുവാൻ സാധിക്കുകയില്ല എന്ന വിലയിരുത്തലും PJ ജോസഫിന് കോൺഗ്രസ് നേതൃത്വം കൈമാറിയിട്ടുണ്ട്. യാക്കോബായ സഭാ തർക്കമുണ്ടായ സമയത്ത് ഇപ്പോൾ CPMൻ്റെ സിറ്റിംഗ് MLA ആയ കോതമംഗലത്തെ ജനപ്രതിനിധി ആന്റണി ജോൺ അവർക്ക് വേണ്ടി കടുത്ത നിലപാടെടുത്ത് പരസ്യമായി രംഗത്ത് വന്നപ്പോൾ ഷിബു തെക്കുംപുറം നിഷ്പക്ഷമായ ഒരു നിലപാട് എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് അകൽച്ച പാലിച്ചതാണ് അദ്ദേഹത്തിന് സ്വന്തം സമുദായ വോട്ടർമാർക്കിടയിൽ തിരിച്ചടിയാകുന്ന പ്രധാനപ്പെട്ട ഘടകം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്നുള്ള സൂചനകളും കോൺഗ്രസ് നേതൃത്വം ജോസഫ് ഗ്രൂപ്പ് നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സഭയുടെ കൂടി ഇംഗിതം അനുസരിച്ച് ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെങ്കിൽ അത് കോൺഗ്രസിൽ നിന്നാകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്.
ഈ സീറ്റിലേക്ക് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച വി ഡി സതീശൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിലയിരുത്തപ്പെടുന്ന യുവ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിൻ്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. സമാനമായി കോൺഗ്രസിന് കോതമംഗലം സീറ്റ് ലഭിക്കുകയാണെങ്കിൽ മൂവാറ്റുപുഴയുടെ സിറ്റിംഗ് MLA ആയ മാത്യു കുഴൽനാടനെ കോതമംഗലത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ കോതമംഗലത്തേക്ക് മാറ്റിക്കൊണ്ട് മൂവാറ്റുപുഴ സീറ്റിൽ നിന്ന് ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് സഭാ നേതൃത്വത്തിൻ്റെ ആശങ്കയ്ക്ക് പരിഗണന നൽകാമെന്നുള്ള ഒരാശയവും കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മൂവാറ്റുപുഴയുടെ മുൻ MLAയും അതുപോലെ തന്നെ കത്തോലിക്ക വിഭാഗക്കാരനുമായ ജോസഫ് വാഴക്കനെ ഇവിടെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചും കോൺഗ്രസ് നേതൃത്വം ആലോചനകൾ നടത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പെരുമ്പാവൂർ കോതമംഗലം സീറ്റുകൾ തമ്മിൽ വെച്ചുമാറാമെന്ന നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും സിറ്റിംഗ് MLA ആയ എൽദോസ് കുന്നപ്പള്ളിയുടെയും യാക്കോബായ സഭയുടെയും അഭിപ്രായം ഇതിനെതിരായ പശ്ചാത്തലത്തിലാണ് കോതമംഗലം സീറ്റ് ഏറ്റെടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സീറ്റിലേക്ക് എത്തുമ്പോഴും സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയെപ്പറ്റി കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്കയുണ്ട്. ഇവിടെയും കോൺഗ്രസ് പ്രധാന കാരണമായി ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസ് നടത്തിയ ആഭ്യന്തര സർവേകളുടെ കണ്ടെത്തലാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവിനെതിരെ ഇരിങ്ങാലക്കുടയുടെ മുൻ ജനപ്രതിനിധി കൂടിയായിരുന്ന തോമസ് ഉണ്ണിയാടൻ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി മത്സരത്തിനിറങ്ങിയാൽ അവിടെ വലിയ വിജയസാധ്യത നിലനിൽക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം ജോസഫ് ഗ്രൂപ്പ് നേതൃത്വത്തോട് വ്യക്തമാക്കിയിട്ടുള്ളത്. 2025 സംസ്ഥാനത്തെമ്പാടും UDF തരംഗം ആഞ്ഞടിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളും വോട്ട് കണക്കുകളും പരിശോധിക്കുമ്പോൾ പോലും ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ LDFന് വ്യക്തമായ ആധിപത്യമുണ്ടെന്നുള്ള കാര്യവും BJPയുടെ ഇവിടുത്തെ ശക്തമായ വളർച്ചയും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഈ സീറ്റ് ഏറ്റെടുക്കുവാനുള്ള കാരണങ്ങളായി കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ തന്നെ 2021 ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച ഏറ്റുമാനൂരിന് പകരമായി പൂഞ്ഞാർ നൽകുവാനും ജോസഫ് വിഭാഗം മത്സരിച്ച ഇടുക്കി, കോതമംഗലം, ഇരിങ്ങാലക്കുട സീറ്റുകൾ ഏറ്റെടുക്കുവാനുമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. എന്നാൽ PJ ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 2021 അവർ മത്സരിച്ച തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലേക്ക് കാസർഗോഡ് ജില്ലയിലെ ഈ സീറ്റിലേക്ക് കൃത്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈ സീറ്റിൻ്റെ കാര്യത്തിലും ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം ജോസഫ് ഗ്രൂപ്പ് നേതൃത്വം UDF നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തുകൊണ്ട് മലയോര ക്രൈസ്തവർക്ക് നിർണായക സ്വാധീനമുള്ള മലബാർ ബെൽറ്റിലെ പേരാമ്പ്ര സീറ്റ് തങ്ങൾക്ക് അനുവദിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിലും അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കാമെന്നും ചർച്ചകൾ നടത്താമെന്നുമുള്ള സമ്മതവും കോൺഗ്രസ് നേതൃത്വം PJ ജോസഫിനെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 7 സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ 6 സീറ്റുകളുടെ കാര്യത്തിൽ ഏറെക്കുറെ അന്തിമ ധാരണയിലെത്തുവാനും നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.